നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊരു സംഭവം പുറത്തു വന്നത്. അതിനുശേഷം ഇത് വലിയൊരു ചർച്ചയായി മാറുകയും ചെയ്തു. പവർ ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞ നിരവധി സിനിമാ താരങ്ങൾ തങ്ങളുടെ പ്രതികരണമെല്ലാം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് സിനിമാ മേഖലയിലെ ഈ പവർ ഗ്രൂപ്പിന്റെ മേധാവിത്വം, അതെ അങ്ങനെ തന്നെ പറയണം, ആ മേധാവിത്വം ഉള്ള ഒരാളാണ് ദിലീപ്. നമ്മളെല്ലാം ജനപ്രിയ നായകനായ ദിലീപിനാണ് ആ മേധാവിത്വം ഉണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2017 വരെ ഇത്തരത്തിൽ സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ദിലീപാണെന്നാണ് പറയപ്പെടുന്നത്. AMMയും അതുപോലെ തന്നെ മറ്റ് സിനിമാ സംഘടനകളെയും നിയന്ത്രിച്ചിരുന്നതും ദിലീപാണെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ സിനിമയിൽ അഭിനയിക്കണമെന്നും എവിടെയൊക്കെ അത് ഷൂട്ട് ചെയ്യണമെന്നും എങ്ങനെയാണ് ആ സിനിമ പുറത്തിറങ്ങേണ്ടിരുന്നതും തുടങ്ങിയ നിരവധി കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത് ദിലീപിന്റെ ഉത്തരവാദിത്തത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക പ്രതികരണം വന്നിരിക്കുകയാണ്. നടി ഷക്കീലയുടെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഈ പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ടെന്നാണ് ഷക്കീലയുടെ തുറന്നു പറച്ചിൽ. അന്നത്തെ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇന്നുമുള്ളത്. മോഹൻലാലും മമ്മൂട്ടിയുമാണ് അതിൽ പ്രധാനികൾ. അവരല്ലാതെ വേറെ ആരാണെന്നാണ് അവർ ചോദിക്കുന്നത്. മുകേഷും സിദ്ദിഖും ഇതിലുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ടവർ മമ്മൂട്ടിയും മോഹൻലാൽ തന്നെയാണെന്നാണ് ഷക്കീല പറഞ്ഞിരുന്നത്. മാത്രമല്ല, താൻ അഭിനയിച്ചിരുന്ന ആ കാലത്ത് വസ്ത്രം മാറുന്നത് ടവൽ മറച്ചു പിടിച്ചായിരുന്നുവെന്ന് ഷക്കീല പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇന്ന് കാരവാൻ ഉണ്ടെന്നും എന്നാൽ വസ്ത്രം മാറാൻ വേണ്ടി മാത്രമായി കാരവാൻ ഉപയോഗിക്കുന്നില്ല എന്നുമാണ് ഷക്കീല പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ടെന്നാണ് ഷക്കീല ഇവരെ തുറന്നടിക്കുന്നത്. അതായത് ഇത്തരം കാരവാനിൽ സെക്സും ഡിന്നറും ലഞ്ചും ഒക്കെ യഥേഷ്ടം നടക്കുന്നുണ്ടെന്നും താരം ആരോപിക്കുന്നു. നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവായിരുന്നുവെന്നും ഷക്കീല തുറന്നു പറഞ്ഞിട്ടുണ്ട്. നടി രൂപശ്രീയുടെ വാതിലിൽ മുട്ടുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. സിനിമയുടെ പേര് ഓർമ്മയില്ല. കൊച്ചുപറമ്പയിൽ വെച്ചായിരുന്നു ഷൂട്ട്. കലാഭവൻ മണിയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണത്. അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിരുന്നത്. വേലക്കാരിയുടെ വേഷമായിരുന്നു എൻ്റേത്. ഞാനന്ന് നായികയല്ല, രൂപശ്രീ ആയിരുന്നു നായിക. അവരുടെ എതിർവശത്തെ മുറിയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നതെന്നാണ് താരം പറയുന്നത്. രാത്രി 12:30 ആയപ്പോൾ വാതിലിൽ മുട്ടുന്നതും എടി പുറത്തുപാടി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കണ്ടത്. എതിർവശത്തുണ്ടായിരുന്ന രൂപശ്രീയുടെ വാതിൽ മുട്ടിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വാതിൽ മുട്ടിയത് ആരാണെന്ന് ഓർമ്മയില്ല. രൂപശ്രീയെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷിക്കുകയും പ്രശ്നമുണ്ടാക്കിയവരെ തല്ലുകയും ചെയ്തു. അവരെ ഇറക്കിവിട്ട് ഗസ്റ്റ് ഹൗസ് മുഴുവൻ ലോക്ക് ചെയ്യുകയും ചെയ്തു. രാവിലെ 4 മണിക്ക് വണ്ടി വന്നു. രൂപശ്രീയെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി വിട്ടുമെന്നും ഷക്കീല വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങളുടെ ദുരനുഭവം തുറന്നു പറഞ്ഞത്. ഇതിനോടകം തന്നെ നടന്മാരായ സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, മണിപിള്ള രാജു, ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.